യോ ഗൈസ് വാട്സാപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷൂട്ടിംഗ് ഗെയിമാണ്. ഈ ഒരു ഗെയിമിന്റെ പേരാണ് സോംബി ഹണ്ടർ. ഈ ഒരു ഗെയിം ഏകദേശം 156 MB ആണ് ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത്. ആൻഡ് ഈ ഒരു ഗെയിം 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും പ്ലേ സ്റ്റോറിലുണ്ട്. സോ ഇന്ന് നമ്മൾ ഈ ഒരു ഗെയിമിന്റെ ഫുൾ ഗെയിം പ്ലേ ആൻഡ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഞാൻ എന്തായാലും ഗെയിം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ ഇതിന്റെ ഓപ്പണിംഗ് ആനിമേഷൻ ആയിട്ടുള്ള ഇതിന്റെ സ്റ്റുഡിയോയുടെ പേരും മാഡ് പോളി എന്ന് പറയുന്ന സ്റ്റുഡിയോയുടെ പേരും എല്ലാം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. സോ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഗെയിമിംഗ് ഇന്റർഫേസ്. ഗെയിം ഫസ്റ്റ് ആയി ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏകദേശം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ഗെയിമിൽ ഒരു ട്യൂട്ടോറിയൽ പോലെയുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു മോഡ് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതൊരു ട്യൂട്ടോറിയൽ മോഡാണ്. ഇതിൽ നിങ്ങൾക്ക് ഷൂട്ടിംഗ് ബട്ടൺ ഉണ്ട്. ആൻഡ് ഈ ഒരു ഷൂട്ടിംഗ് ബട്ടൺ വെച്ച് നിങ്ങൾക്ക് വെടിവെക്കാം. ആൻഡ് ഈ ഒരു ഗെയിമിൽ സ്ക്രീനിലെ ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് സോംബീസിനെ പോയിന്ററിന്റെ മുമ്പിൽ കൊണ്ടുവന്നാണ് വെടിവെക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ ഓടുക ചാടുക പരിപാടി അതൊന്നുമില്ല. ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്ത് സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പോയിന്റർ സോംബിയുടെ നേരെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇതിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കത്തിയുടെ ഒരു ബട്ടൺ ഉണ്ട്. സോ ആ ഒരു കത്തിയുടെ ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തെത്തിയ എനിമീസിനെയൊക്കെ ഒറ്റ വെട്ടിൽ എല്ലാത്തിനെയും തീർക്കാൻ പറ്റും. ആൻഡ് പിന്നീട് നിങ്ങൾക്ക് ഇതിലൊരു ഗ്രനേഡിന്റെ ബട്ടൺ ഉണ്ട്. ആ ഒരു ഗ്രനേഡ് യൂസ് ചെയ്തുകൊണ്ട് കുറെ കൂട്ടം കൂടിയിരിക്കുന്ന സോംബീസിനെല്ലാം ഒരുമിച്ച് കൊല്ലാം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഇതിലൊരു സൂമിംഗ് ബട്ടൺ ഉണ്ട്. എന്തിനാണെന്ന് പറഞ്ഞുകൂടാ, ജസ്റ്റ് കുറച്ചൊന്ന് സൂം ആവുന്നു, അത്രയേ ഉള്ളൂ. സോ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഇന്റർഫേസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് തോക്കുകളും എല്ലാം അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങളൊരു ഫസ്റ്റ് ലെവൽ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഷോട്ട് ഗൺ ഓൾറെഡി അപ്ഗ്രേഡ് ചെയ്ത് കിട്ടും. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വെക്ടർ പോലൊരു തോക്കുണ്ട്. അതും നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ള തോക്കുകളൊക്കെ ക്യാഷ് കൊടുത്ത് മേടിക്കണം. റിയൽ ക്യാഷ് ആണോ എന്ന് എനിക്കറിയില്ല, ഗോൾഡ് ആണ് അതിൽ. എൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് പോലും ഇല്ല. ഐ തിങ്ക് അത് റിയൽ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ടതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഇതിൽ കുറേ മോഡ്സ് ഉണ്ട്. ആ മോഡ്സ് എല്ലാം കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് ബഗിലെ പോലെ തന്നെ ടോക്കൺ ആവശ്യമുണ്ട്. അത് ടൈമിനനുസരിച്ച് ഈ ടോക്കൺ കൂടുകയും ചെയ്യും. ഇതിൽ ടോക്കൺ ഒരു ഫ്യൂവലാണ്. ആ ഫ്യൂവലാണ് നിങ്ങൾക്ക് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏകദേശം 7 ഫ്യൂവലുണ്ട്. ഇതിൽ ഒരു മോഡ് നിങ്ങൾ ഈ ഒരു ഫ്യൂവൽ വെച്ച് കയറി കഴിഞ്ഞ് അത് വിന്നായാൽ നിങ്ങൾക്ക് ആ ടോക്കൺ മിസ്സാവില്ല. പക്ഷെ നിങ്ങൾ തോറ്റ് കഴിഞ്ഞാൽ ആ ടോക്കൺ മിസ്സാവും. ആൻഡ് ബാക്കി നിങ്ങൾക്ക് 6 ടോക്കണേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് ബീച്ച് ബഗിൽ അതേ സെറ്റപ്പ് തന്നെയാണ്. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 ലെവലൊക്കെ കാണിച്ചു തരാം. ആൻഡ് ഇതിൽ ഇടയ്ക്ക് ബീച്ച് ബഗിലെ പോലെ തന്നെ ബോസുകളും വരുന്നുണ്ട്. ലെവൽ കുറച്ച് ഹാർഡർ ആയിക്കൊണ്ടിട്ട് കുറച്ചും കൂടെ ഹാർഡർ ആയിട്ടുള്ള കുറച്ച് ബോസ് അങ്ങനെ ഒരു ലെവൽസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഇന്ന് എന്തായാലും ഈ വീഡിയോയിലൂടെ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഒരു ഫസ്റ്റ് മോഡ് ഞാൻ കളിക്കുന്നത്. സോ ഇതിൽ ബേസിക് ആയിട്ട് ചെയ്യാനുള്ളത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റർ വെച്ച് സോംബീസിനൊക്കെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അധികം ഹാർഡർ ആയിട്ട് ഈ ഒരു ഫസ്റ്റും സെക്കൻഡ് ആ ഒരു ഫസ്റ്റ് സീരീസിലെ കുറെ ലെവൽസ് ഒന്നും ഒട്ടും തന്നെ ഹാർഡർ അല്ല. സോ പിന്നെ ഗ്രാഫിക്സ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഞാനൊരു 5ൽ 4 കൊടുക്കാം. കാരണം 156 MB ഓക്കെയാണ്, ഗ്രാഫിക്സ് അടിപൊളി തന്നെയാണ്. പിന്നെ ഓടുക ചാടുക പരിപാടി അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമുക്ക് ബോറടിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് പോയിന്റർ യൂസ് ചെയ്ത് വെടിവെക്കുക. സോ അതേത് പിള്ളേർക്കും പറ്റുന്ന പരിപാടിയാണല്ലോ. സോ നമുക്കത് ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയറിനാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടാൻ ഒട്ടും തന്നെ സാധ്യതയില്ല. ഫ്രീ ഫയർ BGMI ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ. പിന്നെ ഒരു നോർമൽ പ്ലെയർ ഒക്കെ ആണെങ്കിൽ ഇത് നല്ലപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾ ഓരോ ലെവലിലും വിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു BGM ഉണ്ട്. അത് ഞാൻ പറയാലോ, അത് ടോപ്പ് നോച്ച് BGM ആണ്. എന്തോ എനിക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സാധനമാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് ആ ഒരു BGM. കേട്ടല്ലോ, എന്താണെന്നറിയില്ല, ഈ ഒരു BGM എല്ലാ ലെവലും നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു തോക്ക് പിടിക്കുന്ന ആനിമേഷനിലൂടെ ആ ഒരു BGM ഉണ്ട്. സോ ആ BGM എല്ലാം അടിപൊളിയാണ്. സോ ഗെയിം എങ്ങനെയുണ്ടെന്ന് ഞാൻ ഫുൾ പറഞ്ഞു തരാം. അതിന് മുമ്പേ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ബോസിന്റെ മിഷനും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വരുന്ന സോംബീസിനെ വെടി വെച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ഗെയിമിൽ തന്നെ ആ ക്യാരക്ടർ പോയി ഓരോ കണ്ടെയ്നറിന്റെ മുകളിൽ കയറും. സോ ആ കണ്ടെയ്നറിൽ കൂടെ കുറെ സോംബീസ് കയറി വരും, അവരെയും വെടിവെക്കണം. ആൻഡ് ആ കണ്ടെയ്നറിന്റെ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു സിവിലിയൻ വരും. അയാളെ വെടിവെക്കരുത്. ഞാൻ ആദ്യം സോംബിയാണെന്ന് വിചാരിച്ച് വെടിവെച്ചു, പക്ഷെ എന്തോ കൊണ്ടില്ല. സോ അത് സിവിലിയൻ ആണ്. പുള്ളീനെ നമ്മൾ രക്ഷിക്കണം. പുള്ളീൻ്റെ അടുത്തൊരു സോംബി ഉണ്ട്, അതിനെ നമ്മൾ കൊല്ലണം. സോ എന്നിട്ട് നമ്മൾ ആ സിവിലിയനെ രക്ഷിക്കണം. ആൻഡ് ഇതിലും ജയിച്ച് കഴിയുമ്പോൾ ആ ഒരു BGM അതെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു BGM. സോ ഗെയിമിന്റെ പേരാണ് സോംബി ഹണ്ടർ.